ഈ വീണ ജോർജ് വിഷയം, നമ്മൾ ഈ ടൈപ്പ് സമര രീതികളൊക്കെ മാറ്റേണ്ട കാലം പണ്ടേ അതിക്രമിച്ചില്ലേ? ഈ ജനാധിപത്യ രാജ്യത്തിനും ഒരു ജനാധിപത്യ ജീവിത രീതിക്കും ചേർന്ന സമരമാണോ ഇതൊക്കെ? അല്ല, സമരം എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഒരു തൂണാണ് ഉള്ളത്, ശരിയാണ്. പക്ഷെ അത് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? എങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? ഈ കരിങ്കൊടി കാണിക്കുക എന്നൊക്കെ പറയുന്ന സമരം, കരിങ്കൊടി എന്നുണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരാൾ മരിക്കാൻ നേരത്തല്ലേ കരിങ്കൊടി കാണിക്കുന്നത്? ഇയാളുടെ മരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണോ ജനാധിപത്യ രീതിയിലുള്ള സമരം? കുറെ പേര് പറയുന്നുണ്ട് വീണ ജോർജിന്റെ അഭിനയമാണ് എന്നൊക്കെ. ശരി, അഭിനയം ആയിക്കോട്ടെ. അഭിനയം ആണെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള അവസരം ഉണ്ടാക്കിയതാരാ? കോൺഗ്രസ്സുകാരല്ലേ? ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള സമരം ഒരു രീതിയിലും ശരിയല്ല. ഒരാളുടെ സ്വൈര ജീവിതം നശിപ്പിച്ചുകൊണ്ടുള്ള സമര രീതികൾ പണ്ടേ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അവരതിനെതിരെ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ആ പോലീസുകാർ വീണ ജോർജിനെ പിടിച്ചു മാറ്റുന്നത് കണ്ടു. അപ്പൊ അതിനിടയിൽ അവർക്ക് എപ്പോഴേലും സംഭവിച്ചായിരിക്കും അപകടം. അതായാലും മതിയല്ലോ. അതിന് കാരണക്കാരാരാണ്? അവർ അഭിനയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനയം ആയിക്കോട്ടെ, ആയെങ്കിൽ തന്നെ അങ്ങനെ അവർ അവസരം ഉണ്ടാക്കി എന്തിനാണ് ഈ രീതിയിലുള്ള സമര രീതികൾ എന്തിനാണ് ചെയ്യുന്നത്? അവർ മന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് ഏത് രീതിയിലും തടയാമെന്നാണ് വിചാരിക്കുന്നത്. അത് ശരിയല്ല. ഈ നേതാക്കൾ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് സൂക്ഷിക്കേണ്ടത്. കാരണം ഈ ചെയ്യുന്ന ഏതെങ്കിലും ചോരത്തലപ്പുള്ള പിള്ളേരായിരിക്കും. ഒന്ന് യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ KSUക്കാരോ ഒക്കെയാണ് ഈ ടൈപ്പ് പരിപാടിക്ക് പറഞ്ഞു വിടുന്നത്. എന്നിട്ട് നേതാക്കന്മാരെല്ലാം പറഞ്ഞു വിട്ടിട്ട് അവന്മാർ വീട്ടിയിരിക്കും. ഇത് എന്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്! ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ മുഖ്യമന്ത്രിയുടെ തന്നെ വാഹനത്തിന് മുമ്പിലുള്ള കരിങ്കൊടി കാണിക്കല് കണ്ട് നമുക്ക് പേടി തോന്നും. എടുത്ത് ചാടുക റോഡിലോട്ട്. റോക്കറ്റ് പോകുന്ന പോലെയാണ് ആ വണ്ടി പോകുന്നത്, എസ്കോട്ട് വണ്ടി പോകുന്നത്. അതിന്റെ മുമ്പിലോട്ട് എടുത്ത് ചാടുകയാണ്. പോലീസുകാർ കൂടെ ചാടുകയാണ്. എന്ത് ഡേഞ്ചറാണത്! അവർക്ക് എന്തെങ്കിലും അപകടം പറ്റത്തില്ലേ? ഈ രീതിയിലുള്ള സമര രീതി കരിങ്കൊടി കാണിക്കുവാന്ന്. റോഡിൽ തടഞ്ഞിട്ടാണോ സമരം ചെയ്യുന്ന ഒരാളെ? മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. നമ്മുടെ സമര രീതികളൊക്കെ മാറേണ്ട കാലം എന്നേ അതിക്രമിച്ചു. മുതൽ ഹർത്താൽ വേറൊരു സാധനമാണ്. അടപ്പിക്കുക, വന്ന് കട അടപ്പിക്കുക. കട അടക്കണമെന്ന് പറഞ്ഞ് കട അടപ്പിക്കുക. അടച്ചില്ലെങ്കിൽ നിങ്ങൾക്കിപ്പം കട അടയ്ക്കണം എന്നുള്ളത് അത് ജനാധിപത്യ സമര രീതിയാണ്, നിങ്ങൾ അടച്ചോളൂ. പക്ഷെ വേറൊരാൾ അടയ്ക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? അയാളുടെ കട അടപ്പിക്കുക, അടച്ചില്ലെങ്കിൽ ആ കട തല്ലിപ്പൊളിക്കുക, അല്ലെങ്കിൽ അയാളെ ആക്രമിക്കുക. ഇതൊക്കെ ഏത് ജനാധിപത്യ സമര രീതിയാണെന്ന് പറയുന്നത്? ഇതൊക്കെ അവസാനിപ്പിക്കാൻ കാലം എന്നെ അതിക്രമിച്ചില്ലേ? കരിങ്കൊടി കാണിക്കുക. ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരവും ശരിയല്ല. ജനാധിപത്യ രീതിയല്ല. ഒരാളുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ഒരു സാധനമാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് തടഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് സമരമാണെന്ന് ഈ പറയുന്നത്? എന്ത് കുന്തമുണ്ടല്ലോ എടുത്ത് റോഡിലോട്ട് കൊണ്ടുവരിക. സമരമാണെങ്കിലും പൊങ്കാലയാണെങ്കിലും ഇതൊക്കെ റോഡിലാണ് പരിപാടി. റോഡെന്ന് പറയുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള, അല്ല നിങ്ങൾക്ക് പൊങ്കാല നടത്താനും സമരം ചെയ്യാനും ഒന്നും ഉള്ളതല്ല. പാർട്ടി പരിപാടി നടത്തുക, അതിനൊക്കെ വേറെ ഒരു സ്ഥലം കണ്ടെത്തണം, അവിടെയാണ് ചെയ്യേണ്ടത്, അല്ല റോഡിലല്ല. റോഡെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സാധനമാണ്. ഇത് പക്ഷേ ഭയങ്കര ആക്രമണമാണെന്ന് പറഞ്ഞ് ഇത് പറയാൻ ഇവന്മാർക്ക് എന്താ അവകാശം എന്നുള്ളത് വേറെ കാര്യം. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്നവന്മാരാണ് ഈ DYFI CPM പ്രവർത്തകർ. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ തലയെറിഞ്ഞ് പൊട്ടിച്ചവന്മാരാണ് ഇവന്മാർ. പാവം പിടിച്ച ഡോക്ടർ ശ്രീനിവാസനെ അടിച്ച് താഴെ ഇട്ടവന്മാരാണ് ഇവന്മാർ. ഇപ്പം ഇതുപോലത്തെ ടീമുകളാണ് ഇതിനെതിരെ ഇപ്പം പറയുന്നത്. അവർക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചാൽ അത് വേറെ കാര്യം, അത് വേറെ വിഷയമാണ്. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു കോൺഗ്രസ് സാർ പറഞ്ഞാൽ പിന്നെ അവരും നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? സമരം ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട്? ഇപ്പം ജന്തർ മന്ദറിൽ പണ്ട് നമ്മുടെ അന്നാഹസാര നടത്തിയ സമരം, അതിൽ എന്തെങ്കിലും ആക്രമണം നടന്നോ? അത് വിജയിച്ചില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീകൾ നടത്തിയ സമരം, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ വഖഫ് ബോർഡിനെതിരെ ഈ ഇടയ്ക്ക് നടന്ന സമരം, അവിടെ എന്തെങ്കിലും ആക്രമണം നടന്നോ? അതൊക്കെ വിജയിച്ചില്ലേ? ആ രീതിയിൽ വേണം സമരം ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പം ആശാമാരുടെ സമരം അത് തന്നെ വിജയിക്കേണ്ടതാണ്. ഒരുപാട് പ്രഷർ ഗവൺമെന്റിന് വന്നതാണ്. പക്ഷെ അത് ഇത്രയും നാളും വിജയിക്കാതിരുന്നതിന് വേറെ കാരണങ്ങളുണ്ട്. അത് പിണറായി വിജയന്റെ ചില പേഴ്സണൽ ഗ്രഞ്ച് കാരണമാണ്. അതിന്റെ ആരാണ് ആ സമരത്തിന് പിന്നിലുണ്ടായിരുന്നതെന്നൊക്കെ ഉള്ള കാര്യമാണ്. അത് വേറെ പൊളിറ്റിക്സ് ആണ്. എന്നാൽ പോലും ആ രീതിയിലുള്ള സമരങ്ങളാണ് ജനാധിപത്യത്തിൽ വേണ്ടത്. അല്ലാതെ ആക്രമിക്കുകയും വേറൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നശിപ്പിക്കുകയും സ്വൈര ജീവിതം നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ജനാധിപത്യ സമര രീതി എന്നാണ് പറയുന്നത്? എന്ത് ജനാധിപത്യമാണ് നിങ്ങൾ പറയുന്നത്? എന്തല്ല സമരരീതി? ഈ സമരരീതികളൊക്കെ മാറേണ്ട കാലം പണ്ടേ അതിക്രമിച്ചതാണ്. ബന്ധു നമ്മൾ നിർത്തലാക്കിയപ്പോൾ ഹർത്താൽ എന്ന് പറഞ്ഞ് വേറൊരു പേരിൽ അതേ സാധനം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ജനാധിപത്യപരമായ രീതിയിലുള്ള സമരരീതി സ്വീകരിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയക്കാരും. ഈ ചോരത്തലപ്പുള്ള പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന പരിപാടി ഈ നേതാക്കന്മാരാണ് ആദ്യം നിർത്തുന്നത്. ഇതുപോലുള്ളവന്മാർക്ക് വോട്ട് ചെയ്യരുതെന്ന് ജനങ്ങൾ ആദ്യം തീരുമാനിക്കണം. ആക്രമണ സമരം നടത്തുന്നവരെയും ഭീഷണിപ്പെടുത്തുന്നവരെയൊക്കെ ആദ്യം നിർത്തണം. ഇതൊന്നും അല്ല ജനാധിപത്യ സമര രീതികൾ.